അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാന്യം നിറഞ്ഞ ഉസ്താദുമാർ, ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയം സ്വത്വരാഷ്ട്രീയം വൈകൃതമാക്കുന്ന കേരള രാഷ്ട്രീയം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ രാഷ്ട്രീയ മാതൃക ലോകത്ത് ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു മാതൃകയാണ് നമ്മുടെ രാഷ്ട്രീയ മാതൃക എന്നുള്ളത്. കുറച്ചു കാലങ്ങളായി അതിൻ്റെ സുന്ദരമായ ഭാവങ്ങൾ മാഞ്ഞു പോവുകയാണ്. മതവും ജാതിയും സമുദായവുമെന്ന സ്വത്വത്തെ അവർ രാഷ്ട്രീയത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയാണ്. ഇതിലൂടെ നമ്മുടെ ഈ രാഷ്ട്രീയം വൈകൃതമായി പോവുകയാണ്. കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരായ മലയാളികൾ തോളോട് തോൾ ചേർന്ന് ആ സ്വത്വത്തെ, ആ മതങ്ങളുള്ള ആ മതിലുകളെ തച്ചുടച്ച് ആ രാഷ്ട്രീയത്തെ ഒരു പുരോഗമനമായി കൊണ്ടുവന്നപ്പോൾ ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ ലാഭത്തിനു വേണ്ടി അത് ഒരു കച്ചവടമായി മാറ്റുകയാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് സ്വത്വരാഷ്ട്രീയത്തെ നമ്മുടെ രാഷ്ട്രീയത്തെ സ്വത്വരാഷ്ട്രീയം എങ്ങനെയാണ് വികൃതമാക്കുന്നത് എന്നാണ്. സമുദായ ബ്ലാക്ക് മെയിലിംഗ് എന്ന ഒന്നാമത്തെ ഘടകമാണ്. എന്താണ് സമുദായ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത്? രാഷ്ട്രീയ പ്രവർത്തകരെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും സമുദായത്തിൻ്റെ പേരിൽ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുന്നണി പാർട്ടികളായ ഓരോ പാർട്ടികൾ എടുത്തു നോക്കിയാലും അവരുടെ അണികളെ അല്ലെങ്കിൽ അവരുടെ കാൻഡിഡേറ്റിനെ അവർ തിരഞ്ഞെടുക്കുന്നത് അത് വെറും അദ്ദേഹത്തിൻ്റെ യോഗ്യതയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഉന്നതിക്കോ മാത്രം കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം നിന്നാൽ ഏതു മതത്തിൻ്റെ വോട്ടാണ് ഉറപ്പിക്കാൻ സാധിക്കുക എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയെ നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ സമൂഹത്തിൽ വേണ്ടയിടുന്ന വിഷയങ്ങൾ അപ്രസക്തമാകുന്നു എന്നതാണ്. നമുക്ക് ദിനേന്ദ ജീവിതത്തിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ട പോഷകാഹാരങ്ങളും മറ്റു പുരോഗമനം വേണ്ടിയുള്ള നമ്മുടെ രാഷ്ട്രീയത്തിൽ പുരോഗമനം വേണ്ടിയുള്ള എത്ര കാര്യങ്ങൾ ചെയ്യുന്ന ആ ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കേണ്ട സമയത്ത് ഒരു മറമൂടി എന്ന നിലയ്ക്ക് ഈ സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് അവർ ഒരു മറപുരൂപെ ഈ സമുദായത്തെ, ഈ മതത്തെ അവർ മറ്റു ചിന്തകളെയും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളുടെയും മേൽ മറയായി വെക്കുകയാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അവർ ഇതിനൊരു തുറുപ്പുചീട്ടായിട്ടാണ് കൊണ്ടുപോകുന്നത്. മറ്റു കറപ്ഷനുകളെയും അവർ ഇതിലൂടെ മറക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ വേണ്ടയിടുന്ന അനുയോജ്യമായിട്ടുള്ള ജനങ്ങളെ നിയന്ത്രിക്കാൻ, ജനങ്ങളുടെ അവകാശം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ജനപ്രതികളെ നമുക്ക് കിട്ടാതെ പോകുന്നത് വെറും മതത്തിൻ്റെ പേരിൽ. ഒരു മതത്തിൽ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ പ്രതിനിധി വെച്ച് കഴിഞ്ഞാലാണ് ഇവിടെ വോട്ട് കിട്ടുക എന്ന പേരിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തികളെയും നമ്മുടെ അവകാശങ്ങൾ നേടിത്തരാൻ അവർക്ക് സാധിക്കാതെ പോകുന്നത്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വോട്ടവകാശങ്ങൾ അത് ജാതിയുടെയും മതത്തിൻ്റെയും കണ്ണാടകൾ ഊരി വച്ചിട്ടാണ് ആ വോട്ടവകാശങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അത് വെറും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ മാത്രമല്ല, അത് നമുക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ നേടിത്തരാൻ വേണ്ടിയുള്ളതുമാകണമെന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ വെറും ഒരു മതത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്
ഒരു 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 ന്യൂനപക്ഷ സമുദായത്തിലെ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകൾക്ക് വേണ്ടി ആഭിമുഖ്യം കൊടുത്തിട്ട് ഒരു ന്യൂനപക്ഷത്തെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ഭരണഘടന അത് മതേതര മൂല്യങ്ങളിൽ നിന്ന് തച്ചുടച്ചു പോകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പൂർവികരായ ആളുകൾ അവർ നമുക്ക് നവോത്ഥാനത്തിലൂടെയും സമരത്തിലൂടെയും നമുക്ക് നേടിത്തന്ന കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അത് വെറും ഒരു മതത്തിൻ്റെ പേരിലോ ഒരു ജാതിയുടെ പേരിലോ അടിയുറ വെക്കേണ്ടത് ഇല്ല എന്ന് നാം മനസ്സിലാക്കി കൃത്യമായ ബോധത്തോടുകൂടെ നമ്മൾ ഓരോ കാൻഡിഡേറ്റിനെയും അല്ലെങ്കിൽ വരുന്ന സമൂഹം കുട്ടിച്ചോറാകും എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വോട്ടുകൾ നിങ്ങൾ ചെയ്യണമെന്ന് ഈ വേളയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നവകേരളത്തെ നാം സ്വപ്നം കാണണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.